മഹാത്മാഗാന്ധി സർവകലാശാല താൽക്കാലിക അധ്യാപക നിയമനത്തിലും സംഘപരിവാർ അനുകൂലികളെ നിയമിക്കാൻ നീക്കം. താൽക്കാലിക അധ്യാപക നിയമനത്തിന് വകുപ്പ് മേധാവികൾ നൽകിയ വിഷയവിദഗ്ധരുടെ പട്ടിക VC D മാവൂദ് പൂർണ്ണമായും തള്ളി. വിഷയവിദഗ്ധരാകാൻ യോഗ്യതയില്ലാത്ത സംഘപരിവാർ അനുകൂലികളെ നിയമിക്കാനാണ് VCയുടെ ശ്രമം. MG സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലേക്കും സെന്ററുകളിലേക്കും നടന്നു വന്നിരുന്ന വിഷയവിദഗ്ധരുടെ ഇന്റർവ്യൂ നടപടികളിലാണ് VCയുടെ ഇടപെടൽ. സംഘപരിവാർ സംഘടനകളുടെ ചുമതലക്കാരായ വിവിധ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെ ഉൾപ്പെടുത്തുവാനാണ് നീക്കം. വകുപ്പ് മേധാവിമാർ നൽകിയ പട്ടിക തള്ളിയാണ് VCയുടെ നടപടി. ലോ, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയവിദഗ്ധരുടെ അഭിമുഖത്തിൽ പങ്കെടുത്തവരെല്ലാം സംഘപരിവാർ സംഘടനയുടെ ചുമതലക്കാരായ അധ്യാപകരാണ്. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ആലപ്പുഴ ജില്ലയിലെ കോളേജിൽ നിന്നും BJP അനുകൂല അധ്യാപക സംഘടനാ സെക്രട്ടറി അടക്കം പട്ടികയിലുണ്ട്. PhD യോഗ്യതയില്ലാത്ത അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുവാനും ശ്രമം തുടങ്ങി. സർവകലാശാലയുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഗവർണർ ഇടപെട്ടു തുടങ്ങുന്നത് ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാണ് സർക്കാർ പ്രതിരോധം. കേരളത്തിലെ സർവകലാശാലകളിൽ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചാൻസലർ ഇടപെടുന്ന ഒരു രീതി ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്താണ്. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. ഒരു തരത്തിലുമുള്ള കാവ്യവൽക്കരണം അത് അനുവദിക്കുന്ന ഒരു നിലപാട് ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ടില്ല. കാവ്യവൽക്കരണത്തിലൂടെ അക്കാദമിക് നിലവാരം തകർക്കാനാണ് ഗവർണറും VC ശ്രമിക്കുന്നതെന്ന് ഇടത് അധ്യാപക സംഘടനയായ AKPCTA പ്രതികരിച്ചു. സെനറ്റിൽ 19 സംഘപരിവാർ അനുകൂലികളെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് വിവാദമായിരുന്നു. മീഡിയ 1 കോട്ടയം.